തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടത്തിയ സ്ഥലം മാറ്റങ്ങൾക്കെതിരെ വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അതൃപ്തി അറിയിച്ച് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ചോദ്യം ചെയ്തയാളെ ഉന്നത പദവിയിൽ നിയമിച്ചതിലാണ് പ്രധാന കാരണങ്ങളിലൊന്ന്. സ്വർണ്ണ കവർച്ചാ കേസിൽ സ്വർണം ചെമ്പാണെന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയെന്ന ആരോപണം നേരിടുന്ന ശ്യാമിനെ ആണ് പ്രധാന ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാക്കി നിയമിച്ചത്. ആരോപണ വിധേയരായവരെ മർമ്മസ്ഥാനത്ത് ഇരുത്തിയിട്ടുണ്ടെന്നും നിയമനം തിരുത്തണമെന്നും ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ദേവസ്വം ബോർഡ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികളും എഴുതി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. നാളെ ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ പരാതികൾ പരിശോധിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മിനിഞ്ഞാന്ന് ഇറക്കിയ സർക്കുലറിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെയൊക്കെ മർമ്മസ്ഥാനങ്ങളിൽ വെച്ചിട്ടുണ്ട്. ഞാൻ മിനിഞ്ഞാന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കത്ത് നൽകി. ഞങ്ങൾക്ക് അതിൽ ഇടപെടാൻ പറ്റില്ല, കാരണം ദേവസ്വം ബോർഡിന് സ്വതന്ത്ര അധികാരമാണ്. പക്ഷെ എങ്കിലും സ്വർണ്ണക്കൊള്ളയിൽ പങ്കുപറ്റിയവരെ മർമ്മസ്ഥാനത്ത് വെച്ചുകൊണ്ടുള്ള ഉത്തരവ് അത് നടപ്പാക്കരുത്, പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതവർ നടപ്പാക്കുന്നില്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഇത് തുടർച്ചയാണല്ലോ, LDF സർക്കാരിന്റെ ഭാഗമായിട്ടാണല്ലോ. ജയകുമാർ എന്ന് പറഞ്ഞാൽ തികച്ചും നിഷ്പക്ഷനായിട്ടുള്ള ആളായതുകൊണ്ടാണ് ഞങ്ങളൊന്നും പ്രതികരിക്കാതിരുന്നത്. പക്ഷേ മിനിഞ്ഞാന്നത്തെ ട്രാൻസ്ഫറിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. തിരുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുത്തിയില്ലെങ്കിൽ നിലവിലുള്ള ദേവസ്വം ബോർഡും ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ള ധാരണയിൽ സർക്കാർ മുന്നോട്ട് പോയി. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്തിയിട്ട് വലിയ കാര്യമുള്ളതായി തോന്നുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SITക്ക് വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. പത്മകുമാർ ആത്മകഥ എഴുതുന്നത് നല്ല കാര്യമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്ന് പത്രത്തിൽ വായിച്ച അതിനകത്ത് പ്രത്യേകിച്ച് അന്വേഷണത്തിന്റെ കാര്യമൊന്നും ഞാൻ കണ്ടില്ല. അന്വേഷണം എന്ന് പറയുമ്പോൾ എന്താണ്, പക്ഷേ പത്മകുമാർ ആ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയാണ്. അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ SIT അന്വേഷിക്കും. പുതിയ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഓൾറെഡി അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ SIT അന്വേഷണം നടക്കുന്നുണ്ട്, SIT പരിശോധിക്കുന്നുണ്ട്. അദ്ദേഹം ജയിലിലായിരുന്നു, ജാമ്യമെടുത്ത് പുറത്ത് വന്നിരിക്കുകയാണ്. 90 ദിവസം കഴിഞ്ഞപ്പോൾ കിട്ടുന്ന സ്വാഭാവിക ജാമ്യത്തിൽ പുറത്ത് നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിൽ ഏതെങ്കിലും പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SITക്ക് പരിശോധിക്കാവുന്നതാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ ന്യൂനതയുണ്ടെങ്കിൽ പുതിയ അന്വേഷണം ഉണ്ടാകുമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. SIT കുറ്റപത്രം സമർപ്പിക്കട്ടെ, ബാക്കിയെല്ലാം പിന്നീട് തീരുമാനിക്കും. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് A. പത്മകുമാർ പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു. കുറ്റപത്രം സമർപ്പിച്ച് അതിൽ ന്യൂനതയുണ്ടെങ്കിൽ വേറെ രീതിയിൽ അന്വേഷണം ക്യാബിനറ്റ് തീരുമാനിക്കും. പത്മകുമാറിന്റെ ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു. അത് ഇനി കുറേ സത്യങ്ങൾ വരാനുണ്ട്. മറ്റേ വാസവൻ പറഞ്ഞല്ലോ, ഇനിയും പലതും വരുന്നത് ഞങ്ങളെക്കുറിച്ച് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് അന്വേഷണം ഉണ്ടാവും. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ ചോദ്യം ചെയ്യൽ നടപടികൾ തുടങ്ങി ED. CMRL MD ശശിധരൻ കർത്തയുടെ മകളും കമ്പനി ഡയറക്ടറുമായ ഷിബി S. കർത്തയെ ചോദ്യം ചെയ്യലിന് ഹാജരായി. അതേസമയം മകൻ ശരൺ S. കർത്ത ഹാജരായില്ല. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിരുന്നു നിർദ്ദേശം. CMRLുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെയും ഈ ആഴ്ച തന്നെ ചോദ്യം ചെയ്യും. എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടിൽ വ്യക്തത തേടുകയാണ് ചോദ്യം ചെയ്യലിലൂടെ ED ലക്ഷ്യമിടുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് കമ്പനി ഉടമയുമായ വീണ T.ക്ക് ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. നേരത്തെ വെള്ളിയാഴ്ച ഹാജരാകാൻ സമൻസ് നൽകിയിരുന്നുവെങ്കിലും ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഒഴിവാകുകയായിരുന്നു. RSS പരിപാടിയിൽ പങ്കെടുത്ത VC-മാർ രാജിവെക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കപടതയുടെ അക്കാദമിക് കുപ്പായം അഴിച്ചുവെച്ച് ഗണവേഷം കെട്ടി RSS ശാഖയിലേക്ക് പോകണം. നാടിനെ ഒറ്റുകൊടുത്ത് മതനിരപേക്ഷതയെ ബലി കൊടുക്കുന്നവർ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല. ഗവർണറുടെ സംരക്ഷണയിൽ നിന്നും RSS മേധാവിയുടെ തണലിലേക്ക് ചേക്കേറുകയാണ് നല്ലത്. RSSന് കുടലൂതുന്ന ഒരു സംസ്കാരത്തെ വളരാനോ വളർത്താനോ അനുവദിക്കില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു.